ഹലോ വെൽക്കം ബാക്ക് ടു എജുപോഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ +1 ജിയോഗ്രഫിയുടെ ക്രിസ്മസ് എക്സാമിന്റെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ആ ഓരോ ചാപ്റ്റേഴ്സിലെയും അതിലും പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. റെഡിയാണോ നിങ്ങളെ? ഓക്കെ. അപ്പോൾ ഈ നോട്ട്സ് നിങ്ങൾ ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ +1 സ്റ്റഡി ഗ്രൂപ്പിന്റെ ക്രിസ്മസ് എക്സാമിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ നോട്ട്സ് മാത്രമല്ല നിങ്ങൾക്ക് ലഭ്യമാവുക, ലൈവ് ലിങ്ക്, മൈക്രോബിറ്റ് ആൻഡ് ഡെയിലി സ്റ്റഡി പ്ലാൻ ഒക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ പോയിട്ട് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരിക. നമ്മുടെ ജോഗ്രഫിയുടെ പ്രധാനപ്പെട്ട ക്രിസ്മസ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ടതല്ല, നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാറുണ്ടല്ലോ അല്ലേ? എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാലോ. അറിയാത്തതൊന്നും ഇല്ലല്ലോ, 60 മാർക്കിന്റെ പേപ്പർ ആണെന്നൊക്കെ സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ഈ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്? ഒരുപാടുണ്ടല്ലേ, 18ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ആ ചാപ്റ്റേഴ്സിൽ നിന്നും അത്രയും ചാപ്റ്റേഴ്സ് ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിബിൾ അല്ല. ദെൻ എന്ത് ചെയ്യുക, നമുക്കതിൽ പ്രധാനപ്പെട്ട, നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്സ് നമുക്ക് പരിചയപ്പെട്ടാലോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? നോക്കാം. അത് നമുക്ക് ചാപ്റ്റേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ജിയോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ ആണ്, ഭൂമിശാസ്ത്രം എന്ന പഠനശാഖ. ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉത്ഭവവും പരിണാമവും. ദ ഇന്റീരിയർ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉൾഭാഗം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ്, സമുദ്രങ്ങളുടെയും വൻകരകളുടെയും വിതരണം. ജിയോമോർഫിക് പ്രോസസ്, രൂപവൽക്കരണ പ്രക്രിയകൾ. ലാൻഡ് ഫോംസ് ആൻഡ് ദെയർ എവല്യൂഷൻ, ഭൂരൂപങ്ങളും അവയുടെ വികാസ പരിണാമങ്ങളും. അപ്പൊ നമുക്ക് ഈ ആദ്യത്തെ 6 പാഠത്തിന്റെ ഓരോന്നിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ജിയോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ. അറിയാലോ, നമ്മുടെ ഒന്നാമത്തെ പാഠമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്സുകളാണ്. അതിലൊന്നാണ് ഏത്? ബ്രാഞ്ചസ് ഓഫ് ജിയോഗ്രഫി ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് അപ്രോച്ച്, സാമ്പത്തിക ഭൂമിശാസ്ത്ര പഠനം അനുസരിച്ചുള്ള ഭൂമിശാസ്ത്ര ശാഖകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്നാണ് ബ്രാഞ്ചസ് ഓഫ് ജിയോഗ്രഫി ബേസ്ഡ് ഓൺ റീജിയണൽ അപ്രോച്ച് ആണ് അല്ലെ. പ്രാദേശിക ഭൂമിശാസ്ത്രത്തിന്റെ ശാഖ എന്താണ്? ഇമ്പോർട്ടന്റ്. 2 ശാഖ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. സെക്കൻഡ് ചാപ്റ്റർ ആണ് ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉത്ഭവവും പരിണാമവും. അതിലെ പ്രധാനപ്പെട്ട തിയറിയാണ് ദ ബിഗ് ബാങ് തിയറി. നോട്ട് ചെയ്ത് വെക്കുക. ദെൻ മോഡേൺ തിയറി ആൻഡ് നെബുലർ ഹൈപ്പോതെസിസ് ഒക്കെ എന്താണ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ ഇന്റീരിയർ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉൾഭാഗം. അത് ടോപ്പിക്സ്. ഇൻഡയറക്റ്റ് ഈസ് ഓഫ് ഇൻഫോർമേഷൻ, ദ ഇന്റീരിയർ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് അറിയുന്ന പരോക്ഷ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പഠിച്ചിട്ടുണ്ടല്ലോ, ഓർക്കുന്നില്ലേ? അതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ദെൻ എർത്ത് എന്താണ് എർത്ത്? അതിൽ ഫോക്കസ് ആൻഡ് എപ്പിസെന്റർ ഉണ്ട്. എവിടെ നിന്നാണ് എർത്ത് ഭൂകമ്പം ഉണ്ടാകുന്ന തരംഗങ്ങൾ? പി വേവ്സ്, എസ് വേവ്സ് ഒക്കെ അറിയാലോ. അതിന്റെ ഫോക്കസും എപ്പിസെന്റർ ഒക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ടൈപ്സ് ഓഫ് എർത്ത് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ലയേഴ്സ് ഉണ്ടല്ലോ, ക്രസ്റ്റ്, മാന്റില്, കോർ ഒക്കെ. അതിന്റെ ഓരോ ലയേഴ്സിനെ കുറിച്ചും ഒക്കെ എന്താണ് പ്രധാനപ്പെട്ടവയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻ ആൻഡ് കോണ്ടിനെന്റ്സ് ആണ്, സമുദ്രങ്ങളുടെയും വൻകരകളുടെയും വിതരണം. ദ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ എവിഡൻസും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. വൻകരകളുടെ വ്യവസ്ഥാപന സിദ്ധാന്തവും അത് തെളിയിക്കുന്ന കുറച്ച് തെളിവുകളും ഉണ്ട്, പഠിച്ച് വെക്കാം. Then types of plate boundaries ആണ്, വിവിധ തരം ഫലക സീമകള്. മേജർ ടെക്ടോണിക് പ്ലേറ്റ്സും ഉണ്ട്, മൈനർ ടെക്ടോണിക് പ്ലേറ്റ്സ് ഉണ്ട്. അപ്പൊ എന്ത് രണ്ടും പഠിച്ചു വെക്കുക കേട്ടോ. മേജർ മാത്രമല്ല, അതിന്റെ കൂടെ മൈനറും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, രണ്ടും കൂടെ പഠിച്ചു വെക്കാം. ദെൻ ജിയോമോർഫിക് പ്രോസസ് ആണ്, രൂപവൽക്കരണ പ്രക്രിയകളാണ്. അതിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഓറോജനി ആൻഡ് എപ്പിറോജനി, അതെന്താ വ്യത്യാസം എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. വെതറിംഗ്, അപക്ഷയം അറിയാലോ, കെമിക്കൽ വെതറിംഗ്, ഫിസിക്കൽ വെതറിംഗ് ആൻഡ് ബയോളജിക്കൽ വെതറിംഗ് പഠിച്ചു വെക്കാം. ദെൻ ഫാക്ടേഴ്സ് ഓഫ് സോയിൽ ഫോർമേഷൻ,
മണ്ണ് രൂപീകരണത്തെ സഹായിക്കുന്ന കുറച്ച് ഘടകങ്ങളെ പഠിക്കാനുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക, അതും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ലാൻഡ് ഫോംസ് ആൻഡ് ദെയർ എവല്യൂഷൻ ആണ് ഭൂരൂപങ്ങളും അവയുടെ വികാസ പരിണാമങ്ങളും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് ഏജന്റുമാരെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഏജന്റുമാർ പറഞ്ഞാൽ ഏജൻസികൾ അല്ലെ, റണ്ണിങ് വാട്ടർ, അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ, വിൻഡ്, ദെൻ വേവ്, ടൈഡ്. അപ്പൊ ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലാൻഡ് ഫോംസുകൾ നമ്മുടെ ഭൂമിയുടെ പുറം ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്. ആ ലാൻഡ് ഫോംസിനെ സഹായിക്കുന്ന ഇറോഷണൽ ആൻഡ് ഡെപ്പോഷണൽ ഏതൊക്കെയാണ്, ഘാതന ഫലവും നിക്ഷേപ ഫലവും ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്, എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോന്നും പഠിച്ചു വെക്കുക. റണ്ണിങ് വാട്ടർ മാത്രമല്ല ബാക്കി എല്ലാതും പഠിക്കുക. കാരണം അതിൽ നിന്നും 2ഉം 3ഉം മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. മറ്റൊന്നാണ് ഗ്രൗണ്ട് വാട്ടർ ലാൻഡ് ഫോമിന്റെ സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലഗ്മൈറ്റ് ഒക്കെ എന്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പഠിക്കുമ്പോൾ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ചിത്രം കൂടെ എന്ത് ചെയ്യുക, വെച്ചിട്ട് പഠിക്കുക. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഓരോ ഭാഗങ്ങൾ സ്റ്റാലഗ്മൈറ്റിന്റെ ഒക്കെ ഭാഗങ്ങൾ മാർക്ക് ചെയ്തിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിന്റെ ഘടക വസ്തുക്കളും അവയുടെ ഘടനയും. Then second, solar radiation, heat balance and temperature ആണ്. Then atmospheric circulation and weather system, അന്തരീക്ഷ വായു ചംക്രമണവും ദൈനംദിന കാലാവസ്ഥ വ്യവസ്ഥകളും. വാട്ടർ ഇൻ ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ വെള്ളം. Then world climate and climate change പഠിക്കാറുണ്ട്. നമുക്ക് അറിയാലോ, കേപ്പൻ തിയറി ഒക്കെ അറിയാലോ. അപ്പൊ എന്താണ്, ലോക കാലാവസ്ഥയും കാലാവസ്ഥ വ്യതിയാനവും ആൻഡ് വാട്ടർ, ജലം. അപ്പൊ ഇനി ഇതിൽ ഓരോന്ന് ചാപ്റ്റേഴ്സിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമുക്ക് നോക്കാം. കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ ഘടക വസ്തുക്കളും അവയുടെ ഘടനയുമാണ്. ഐഡന്റിഫൈ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്, ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. അന്തരീക്ഷത്തിന്റെ ഘടന, ലെയേഴ്സ്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ ഒക്കെ അറിയാലോ. അപ്പൊ ഓർഡറിൽ പഠിച്ചിരിക്കുക കേട്ടോ. ഏറ്റവും ഫസ്റ്റത്തെ ലെയർ അല്ലെ, മുകളിലത്തേതാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, ഐഡന്റിഫൈ ഓസോൺ ലെയർ. ഏത് ലെയറിലാണ് നമ്മുടെ ഓസോൺ ഗ്യാസ് ഉള്ളത്, ഓസോൺ ലെയർ ഉള്ളത്? ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. മാറിപ്പോകരുത്. എന്ത് ചെയ്യുക, അതിനെ കുറിച്ച് 2-3 മാർക്കിന് ചോദിക്കാം. ദെൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, വാട്ടർ വേപ്പർ ഒക്കെ എന്താണ്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് സോളാർ റേഡിയേഷൻ, ഹീറ്റ് ബാലൻസ് ആൻഡ് ടെമ്പറേച്ചർ. നോക്കാം. കൺവെക്ഷൻ ആൻഡ് കണ്ടക്ഷൻ, താപ സംവഹനം, താപ സംനയനം എന്താണ്, പ്രധാനപ്പെട്ടവയാണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ടെമ്പറേച്ചർ എയർ എനി പ്ലേസ്, ഏത് സ്ഥലത്തെയും താപനിലയെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങൾ നമ്മൾ പഠിച്ച ആറ്റിറ്റ്യൂഡ് ഓർക്കുന്നുണ്ടോ? ആ ഘടകങ്ങളൊക്കെ എന്ത് ചെയ്യുക, എഴുതി വെക്കാം. ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തെ ചൂടാക്കാനും തണുപ്പിക്കാനും സഹായിക്കുന്ന കുറച്ച് സംഭവം ഉണ്ട്. എന്ത് ചെയ്യുക, എന്താണെന്ന് പഠിച്ചു വെക്കാം. അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ആൻഡ് വെതർ സിസ്റ്റം ആണ്. അതിലെ ഫോഴ്സസ് എഫക്റ്റിംഗ് ദ വെലോസിറ്റി ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്, കാറ്റിന്റെ ഗതിയെയും വേഗതയെയും സ്വാധീനിക്കുന്ന ഫലങ്ങൾ. ഫീച്ചേഴ്സ് ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺ ആൻഡ് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ, അല്ലെ, ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളുടെയും ഉഷ്ണമേഖല തീര ചുഴലിക്കാറ്റുകളുടെയും സവിശേഷത എന്താണെന്ന് എന്ത് ചെയ്യുക, ഒന്നുകിൽ ടാബിൾ ആയിട്ട് പഠിച്ചു വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. മറ്റൊന്നാണ് ടോപ്പിക് ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, മൗണ്ടെയിൻ ആൻഡ് വാലി വിൻഡ് ഒക്കെ എന്താണ്, വളരെ പ്രധാനപ്പെട്ടവയാണ്. വാട്ടർ ഇൻ ദി അറ്റ്മോസ്ഫിയർ ആണ്, അന്തരീക്ഷത്തിലെ വെള്ളം. നോക്കാം. ഫോംസ് ഓഫ് കണ്ടൻസേഷൻ, ഘനീഭവന രൂപങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ഓരോന്നും എന്താണെന്ന് പഠിക്കുക. ക്ലാസിഫൈഡ് 4 ടൈപ്സ് ഓഫ് ക്ലൗഡ്, ഏത് ക്ലൗഡ്സുകൾ അറിയാം, ഏതൊക്കെ അറിയാം, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ക്ലൗഡ്സുകൾ 4 വിധമുണ്ട്, 4 എന്ത് ചെയ്യുക, പഠിക്കാം. ടൈപ്സ് ഓഫ് റെയിൻഫാൾ, 3 ടൈപ്പ് ഓഫ് റെയിൻഫാൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതും എന്ത് ചെയ്യുക, ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. വേൾഡ് ക്ലൈമറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ലോക കാലാവസ്ഥയും കാലാവസ്ഥ
വ്യതിയാനവും. ദ കപ്പൻ സ്കീംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെ, കപ്പന്റെ വർഗീകരണ പദ്ധതി. നമ്മൾ സ്മോൾ ലെറ്റേഴ്സും അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നിനെയും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഓരോന്നും എന്താണെന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഹരിതഗൃഹവാതകങ്ങൾ എന്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്നാണ് വാട്ടർ, ജലം. ഡിവിഷൻ ഓഫ് ഓഷൻ ഫ്ലോറിൽ, സമുദ്രത്തിന്റെ അടിത്തട്ടിനെ 4 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗയോട്സ്, അറ്റോൾ ഒക്കെ എന്ത് ചെയ്യുക, എന്താണ് 2-3 മാർക്കിന് ചോദിക്കാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ, താപനില വിതരണത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ ആണോ? ലാസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ആണ്. അതിലൊന്നാണ് ഇന്ത്യൻ ലൊക്കേഷൻ. ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ടും 1 വേർഡ് 2 മാർക്ക് മാപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് കൂടുതൽ. ദെൻ സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫി, ഘടനയും ഭൂപ്രകൃതി ശാസ്ത്രവും. ഡ്രൈനേജ് സിസ്റ്റം, ജലനിർഗമന സംവിധാനം. ക്ലൈമറ്റ്, കാലാവസ്ഥ. നാച്ചുറൽ വെജിറ്റേഷനും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് നോക്കാം. സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫി, ഘടനയും ഭൂപ്രകൃതി ശാസ്ത്രവും. അതിൽ നോർത്ത് പ്ലെയിൻസ്, വടക്കൻ സമതലങ്ങള്. ഇന്ത്യൻ ഡെസേർട്ട്, ഇന്ത്യൻ മരുഭൂമികള്. ദ കോസ്റ്റൽ പ്ലെയിൻസ്, അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ തീരപ്രദേശങ്ങൾ. അവിടെയൊക്കെയുള്ള ഐലൻഡുകൾ ഉണ്ട്. അതൊക്കെയാണ് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ ബാരൻ ഐലൻഡ് എന്താണ്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, നോട്ട് ചെയ്യുക. ദെൻ ഡ്രൈനേജ് സിസ്റ്റം ആണ്, ജലനിർഗമന സംവിധാനം. ഡ്രൈനേജ് പാറ്റേൺ ആണ്, ജലനിർഗമന മാതൃകകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അത് ഓരോന്നും എന്താണെന്ന് പഠിച്ചു വെക്കുക. ഡ്രൈനേജ് ബേസിൻ ആൻഡ് വാട്ടർഷെഡ് എന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ്. ഹിമാലയൻ ഡ്രൈനേജസ് പഠിച്ചിട്ടുണ്ട്. നദികളൊക്കെ അറിയാലോ, ഹിമാലയൻ നദികൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. അപ്പോൾ ഓരോന്നും അത് പഠിച്ചു വെക്കുക. അതിന്റെ ഒറിജിനും ട്രിബ്യൂട്ടറീസ് ഒക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതുപോലെ പെനിൻസുലർ ഡ്രൈനേജ് അല്ലെ, ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. ഏതൊക്കെയാണ്, നമ്മുടെ കൃഷ്ണ, കാവേരി, മഹാനദി, ഗോദാവരി, താപ്തി, ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒറിജിനും ട്രിബ്യൂട്ടറീസ് ഒക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ആ നദികളൊക്കെ ഏത് കടലൊക്കെയാണ് പതിക്കുന്നതെന്നൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ദെൻ ക്ലൈമറ്റ് ആണ്, കാലാവസ്ഥയാണ്. ഇവിടെ നമ്മള് കോൾഡ് വെതർ സീസണിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ. ശീതകാലം, ഹോട്ട് വെതർ സീസൺ, ഉഷ്ണകാലം. ദെൻ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ അല്ലെ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ കുറിച്ചും. റീട്രിയേറ്റിംഗ് മൺസൂൺ സീസൺ, മൺസൂണിന്റെ പിൻവാങ്ങുന്ന കാലത്തെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. പഠിച്ചു ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഭാഗമൊക്കെ എന്താണ്, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ദ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഏതാണ്, നാച്ചുറൽ വെജിറ്റേഷൻ. അവിടെ ടൈപ്സ് ഓഫ് ഫോറസ്റ്റ്, വിവിധതരം കാടുകളെ കുറിച്ച് 4 പഠിക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ? സോഷ്യൽ ഫോറസ്ട്രി, സാമൂഹ്യ വനവൽക്കരണം എന്നാണെന്ന് 2-3 മാർക്കിന് ചോദിക്കാം. അർബൻ ഫോറസ്ട്രി, നഗര വനവൽക്കരണം. ഫോറസ്റ്റ് കൺസർവേഷൻ, വന സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ +1 ജോഗ്രഫിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ സെറ്റ് ആണല്ലോ. ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യരുതേ, നിങ്ങൾ ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെയാണോ essay ടോപ്പിക്സ്, essay ക്വസ്റ്റ്യൻസ് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റിൽ essay എന്ന് രേഖപ്പെടുത്തുക. മാത്രമല്ല ഏതിൽ നിന്നൊക്കെയാണ് മാപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നില്ലെങ്കിൽ മാപ്പ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ സിമ്പിൾ ആക്കി നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അപ്പൊ ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ ഈ നോട്ട് ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ +1 സ്റ്റഡി ഗ്രൂപ്പിന്റെ ക്രിസ്മസ് എക്സാമിന് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിന് മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യുക. അത് നിങ്ങൾക്ക് ഈ നോട്ട്സ് മാത്രമല്ല ലഭിക്കുക അല്ലെ, ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട ഓൾ ലൈവ് ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ദെൻ മൈക്രോബിറ്റ്, അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും. മൈക്രോബിറ്റ് എന്താണെന്ന് സംശയമുള്ളവരുണ്ടോ? നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സും വളരെ വളരെ സൂക്ഷ്മമായിട്ട് മൈക്രോ ലെവലിലോട്ട് ആക്കിയിട്ട് നിങ്ങൾ കയ്യിൽ തരും. സിമ്പിൾ അല്ലേ? പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഓക്കെ ആണല്ലോ. ദെൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.